ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് എങ്ങനെയാണ് ഒരു ആരി ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിസൈൻ എങ്ങനെയാണ് ഒരു ക്ലോത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഏതാ ഡിസൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് വേണ്ടത് വൈറ്റ് കാർബൺ പേപ്പറാണ്. ഈ വൈറ്റ് കാർബൺ പേപ്പർ കൊണ്ടുള്ള ഉപയോഗം എന്തെന്ന് വെച്ചാൽ, നമ്മുടെ കൂടിയ ക്ലോത്തിലായിരിക്കുമല്ലോ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ആവശ്യമില്ലാത്ത പൊടികളോ അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് നീറ്റായിട്ടുള്ള ഒരു ഡിസൈൻ ട്രേസ് ചെയ്യാനായിട്ട് പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടിയിലൊരു കട്ടിയുള്ള ഒരു ബോർഡോ എന്തെങ്കിലും ഒന്ന് കരുതുക. അതിനുശേഷം ഡിസൈൻ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു പേനയോ എന്തെങ്കിലും എടുത്ത് അതിൽ നമുക്കിങ്ങനെ ഒരു കൈ കൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ട് പേന കൊണ്ട് നമുക്കതിനെ നന്നായിട്ട് അമർത്തി വരച്ചു കൊടുക്കുക. ആ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനായിട്ടോ ഒന്നും പാടില്ല. അങ്ങനെ നീങ്ങിക്കഴിഞ്ഞാൽ ഡിസൈൻ നമുക്ക് അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും. നന്നായിട്ട് വരച്ചെടുക്കുക. ഇത് തെളിയുന്ന പേനയാണ്. നമുക്കിപ്പോൾ പെൻസിലായാലും ഓക്കെയാണ്. ഒരു തെളിയാത്ത പേന കൊണ്ട് നമുക്ക് ആ നിബ്ബ് നല്ല ബോൾ പോയിൻ്റ് നിബ്ബാണെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് ട്രേസ് ആയിട്ട് കിട്ടും. കണ്ടോ എത്ര നന്നായിട്ടാണ് ആ ഡിസൈൻ കിട്ടിയിരിക്കുന്നതെന്ന്. ഇതിൽ നമുക്കിനി ആരി വർക്കോ ഏതെങ്കിലും തരത്തിലുള്ള ഡിസൈനോ ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.